വെൽക്കം ബാക്ക് ടു മെൻ്റൽ ഹെൽത്ത് സ്പെക്ട്രം. ഞാൻ ഡോക്ടർ ജെറോം. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് 3 സഹോദരിമാർ മൊബൈൽ ഫോൺ ഉപയോഗം വിലക്കിയതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്തു എന്ന വാർത്ത ഉണ്ടായിരുന്നു. നമ്മളെല്ലാം അറിഞ്ഞതാണിത്. അത് ദുഃഖവും നടുക്കവും ഉണ്ടാക്കുന്നതാണ്. വളരെ നിശബ്ദമായി നമ്മുടെ സമൂഹത്തിൽ പടർന്നുകൊണ്ടിരിക്കുന്ന ഒരു അപകടമാണ് സോഷ്യൽ മീഡിയ അഡിക്ഷൻ. ഇന്ന് സ്മാർട്ട് ഫോൺ ഒരു ആഡംബരമല്ല, ആവശ്യമാണ്. എന്നാൽ പ്രശ്നം തുടങ്ങുന്നത് ഫോൺ നമ്മൾ ഉപയോഗിക്കുന്നതിന് പകരം ഫോൺ നമ്മളെ ഉപയോഗിക്കാൻ തുടങ്ങുമ്പോഴാണ്. സോഷ്യൽ മീഡിയ ഇല്ലാതെ ഇരിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് സോഷ്യൽ മീഡിയ അഡിക്ഷൻ. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, ഷോർട്സ്, റീൽസ്, ഗെയിംസ് ഇവയൊക്കെ തലച്ചോറിലെ ഡോപ്പമീൻ എന്ന ന്യൂറോ കെമിക്കലിനെ ആവർത്തിച്ച് ഉത്തേജിപ്പിക്കുന്നു. പ്രത്യേകിച്ച് കുട്ടികളുടെയും കൗമാരക്കാരുടെയും തലച്ചോറിൽ ഇതിന് വളരെ പെട്ടെന്ന് അടിമപ്പെടും. സോഷ്യൽ മീഡിയ അഡിക്ഷൻ്റെ പ്രധാന ലക്ഷണങ്ങൾ ഇവയൊക്കെയാണ്. ഫോൺ മാറ്റിയാൽ കോപം, അക്രമ സ്വഭാവം, സ്വയം പരിക്കേൽപ്പിക്കൽ, പഠനത്തിൽ ശ്രദ്ധ കുറവ്, മാർക്ക് കുറയുക, ഉറക്കക്കുറവ്, രാത്രി വൈകിയും ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക, കുടുംബത്തോടും കൂട്ടുകാരോടും സംസാരിക്കാൻ താല്പര്യം കുറയുക, ആത്മവിശ്വാസക്കുറവ്, കണ്ണുവേദന, തലവേദന, കഴുത്തുവേദന. ചില കുട്ടികളിൽ ഇത് ആശങ്ക, ടെൻഷൻ, വിഷാദം, ആത്മഹത്യാ പ്രവണത എന്നിവയിലേക്ക് നയിക്കാം. മുതിർന്നവരിലും ഇതേ പ്രശ്നങ്ങൾ ഉണ്ടാകാം. ഫോൺ ഇല്ലാതെ ഇരിക്കാൻ കഴിയുന്നില്ല. അവർക്ക് ജോലി സമയത്തും റീൽസ് സ്ക്രോൾ ചെയ്യുന്നു, കുടുംബസമയം നഷ്ടപ്പെടുത്തുന്നു. ചുരുക്കത്തിൽ ജീവിതം തന്നെ ഫോണിലേക്ക് ചുരുങ്ങുന്നു. ഇവയൊക്കെ ബന്ധങ്ങളെയും മാനസിക ആരോഗ്യത്തെയും ശാരീരിക ആരോഗ്യത്തെയും ബാധിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 1. മാതാപിതാക്കൾ മാതൃക കാണിക്കണം. കുട്ടികൾ നമ്മളെ നോക്കിയാണ് പഠിക്കുന്നത്. നമുക്ക് തന്നെ ഫോൺ നിയന്ത്രണമില്ലെങ്കിൽ കുട്ടികളിൽ അത് പ്രതീക്ഷിക്കാൻ പറ്റില്ല. 2. സ്ക്രീൻ സമയം പരിധി നിശ്ചയിക്കുക. ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പ് ഫോൺ ഫ്രീ സമയം നിർബന്ധമാക്കുക. 3. ഫോണിന് പകരം കുടുംബത്തിൽ അംഗങ്ങൾ തമ്മിലുള്ള ബന്ധം വളർത്തുക. കുട്ടികളോട് സംസാരിക്കുക, കളിക്കാൻ സമയം കണ്ടെത്തുക. കഥകൾ, സംഗീതം, സ്പോർട്സ് ഇവയൊക്കെ റിയൽ ലൈഫ് ഒരുമിച്ച് കൂടാൻ സമയം ഉണ്ടാക്കണം. അത് രസകരമാക്കണം. ദിവസം 1 നേരമെങ്കിലും കുടുംബാംഗങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക. 4. ഫോൺ ശിക്ഷയായി ഉപയോഗിക്കരുത്. പഠിച്ചില്ലെങ്കിൽ ഫോൺ തരില്ല എന്ന് ഫോൺ കൂടുതൽ ആഗ്രഹവസ്തുവാക്കും. 5. ഗുരുതര ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ സഹായം തേടുക. അമിത കോപം, പഠന തകരാർ, ഉറക്കമില്ലായ്മ, വിഷാദം ഇവ ദീർഘകാലം തുടരുകയാണെങ്കിൽ ഒരു സൈക്യാട്രിസ്റ്റിനെ സമീപിക്കുക.